ദിവസം നീണ്ടു നിൽക്കുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധന മഹോത്സവം നാളെ സമാപിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിയുന്നത്. വിശ്വാസികൾ ആരാധന തൊഴാനായി എത്തുന്ന തിരക്കിലാണ്. അന്നദാനത്തിന് നീണ്ട ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്ഷേത്ര ആരാധന മഹോത്സവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സുനിൽ കുമാർ രാമന്തലി കൂടുതൽ വിശദീകരണം നൽകും. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉത്തര പഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവമാണ് നടന്നു വരുന്നത്. ഉത്സവം നാളെ സമാപിക്കും. അപ്പം 15 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിൽ അഭൂതമായ ഭക്തജന തിരക്കാണ് ഓരോ ദിവസവും ഉണ്ടായിരുന്നത്. മലബാറിന്റെ വിവിധ മേഖലയിൽ നിന്ന് നിരവധിയായ ഭക്തജനങ്ങളാണ് നിത്യേന എന്നോണം രാവിലെയും വൈകുന്നേരവുമായി ഇവിടെ തൊഴാനെത്തിയത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയായ അന്നദാനം. നിത്യേന 8000 മുതൽ 10,000 വരെ ഭക്തജനങ്ങൾ ഇവിടുന്ന് അന്നദാന പ്രസാദം കഴിച്ചിട്ടുണ്ട്. അപ്പം നാളെയാണ് സമാപന ദിവസം. നാളെ ഭഗവാന്റെ പ്രസാദ ഊട്ടുണ്ട്. അപ്പം അതിന് നമ്മളൊരു 15,000 മുതൽ 20,000 വരെ ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. തീർത്തും ഭക്തജന സൗഹൃദമായിക്കൊണ്ടുള്ള ഒരു ആരാധനാ മഹോത്സവമാണ് നമ്മൾ ഇത്തവണ ഭക്തജനങ്ങൾക്കായി ഉണ്ടാക്കി വെച്ചിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ മെച്ചപ്പെടുത്തി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യ പ്രശ്നങ്ങൾ തീർത്തും ഇല്ലാതാക്കി പുതിയ ബൃഹത്തായ മാലിന്യ ടാങ്കുകൾ സ്ഥാപിച്ച് ഇത്തവണ മാലിന്യ പ്രശ്നമോ പരിസരവാസികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെയാണ്
ആരാധന മഹോത്സവം നടത്തി വന്നത്. അപ്പോൾ നാളെ സമാപിക്കും. ഭഗവാന്റെ തിരുമാറ്റ കടാക്ഷം കൊണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ജാതിമത ഭേദമന്യേ എല്ലാവരും ഊട്ടുപുരയിൽ പ്രസാദം സ്വീകരിക്കാൻ എത്തുന്നുണ്ടോ? ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് പുത്തരി നാളിൽ കേരളത്തിലുള്ള മുസ്ലിം തറവാട്ടുകാർ പഞ്ചസാര കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ഈ അമ്പലത്തിലുണ്ട്.